ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 20-ാം തീയതി നടന്ന ദേവസ്വം ബോർഡിന്റെ LGS എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീ ആണ്. പ്രൊഫഷണൽ ആൻസർ കീ കോഡ് A വച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയില് കോഡ് ABCD ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നവർക്കും ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ. ദേവസ്വം ബോർഡിന് തന്നെ ജൂലൈ 13-ാം തീയതി നടന്ന LDC എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീയും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കോഡ് ABCD ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളവർക്കും കാണാൻ സാധിക്കുന്ന രീതിയിലാണ് വീഡിയോ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ജൂലൈ 20-ലെ LGS എക്സാമിന്റെ ആൻസർ കീയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3. കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3, 4 എന്നിവ ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കെ കരുണാകരൻ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സുമൻ ബേരി. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശക്തികാന്ത ദാസ്. ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ടെസ്സി തോമസ്. ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. എവിടെ വച്ചാണ് 2024-ലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ. 2023-ലെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കാതൽ ദി കോർ. കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കഥകളി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കണ്ണൂർ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ആൻസേഴ്സ് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇടുക. അത് KDRBയുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന NS മാധവന്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്ദിരാഗാന്ധി. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, തിരൂർ. ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, KP കേശവമേനോൻ. നവംബർ 15-ന് ജൻജാതീയ ഗൗരവ് ദിവസ് ആയി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിന്റെ സ്മരണാർത്ഥമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബിർസ മുണ്ട. നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1600 രൂപ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കണ്ടെത്തുക. ഇതിനകത്ത് ചില പദ്ധതികളാണ്, അതായത് മുദ്രാ യോജന, PM വിദ്യാലക്ഷ്മി, PM ഉജ്ജൽ യോജന, PM കൗശൽ വികാസ് യോജന, ഇങ്ങനെയുള്ള കുറെ പദ്ധതികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4 എന്നിവ ശരിയാണ്.
അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെയുള്ള കുറെ പ്രസ്താവനകളുടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഇത് ഒരു രോഗത്തെ കുറിച്ചുള്ള ഇതാണ്. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതികളാണ്. ഓർമ്മത്തോണി, സഹായഹസ്തം പദ്ധതി, താലോലം പദ്ധതി, മിഠായി, ഇങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ചാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാ പ്രസ്താവനകളും, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസ്കറ്റ് ബോളിനുള്ള പദ്ധതി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹൂപ്സ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ നൽകിയിരിക്കുന്നത് കണ്ടെത്തുക. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. 3, 4 എന്നിവ തെറ്റാണ്. അതാണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേകം അധികാര പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. 2019 ആഗസ്റ്റ് 9. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. രാജീവ് കുമാർ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് എന്ത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. സംവിധാൻ സദൻ. 2024 താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. വൈക്കം സത്യാഗ്രഹം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കുറിച്യ കലാപം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഇവിടെ നമുക്ക് പത്രത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കേസരി എന്ന പത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേലക്കാരൻ എന്ന പത്രം, സ്വദേശാഭിമാനി, അൽ അമീൻ എന്നീ പത്രങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും 4 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. പുന്നപ്ര വയലാർ സമരം. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. തെളിമ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മാലാക. ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് കിട്ടുന്ന മാർക്ക് എത്രയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയൊക്കെ കട്ട് ഓഫ് മാർക്ക് വരും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജൂലൈ 1, 2024. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. തമിഴ്. തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പെരിയാർ.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മുംബൈ. അടുത്തതായിട്ട് ഇനി 37ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, വളപട്ടണം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പാമ്പാടും ചോല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വയനാട്. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒഡീഷ. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, പാലക്കാട്, കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്തുവാനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വിഴിഞ്ഞം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊച്ചി വിമാനത്താവളം. 44ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കവച്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടെക്നോ പാർക്ക്. 47ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കീ ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൈറ്റ്. 2024 ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൊഫസർ മഹ്മൂദ് കൂരിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. അവിടെ 4 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. 2023 സരസ്വതി സമ്മാനം പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൽപ്പറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നീ പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 50ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, PR ശ്രീജേഷ്. ലോക പ്രമേഹ ദിനം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, നവംബർ 14. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശ്വാസകോശം. ജലത്തിന്റെ pH മൂല്യം എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 7. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇനാമൽ. താഴെ പറയുന്നവയിൽ ലോഹ സങ്കരം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റീൽ. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭൗതിക മാറ്റം. സിമന്റ്, ചരൽ, പരുക്കൻ, വെള്ളം എന്നിവയുടെ മിശ്രിതം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺക്രീറ്റ്.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കാൽസ്യം. സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാതകം. ഖരം ദ്രാവകമായി മാറുന്ന താപനില. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ്രവണാങ്കം. ഇനി 61ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ജലത്തിന്റെ തിളനില. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 100 ഡിഗ്രി സെൽഷ്യസ്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിൽ ഉള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വെള്ളം. വാതകത്തിൽ കണികകൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വളരെ അകലെയാണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്യൂട്ടൈൻ. പെട്രോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പെട്രോളിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അലുമിനിയം. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനീമിയ. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മുടി കൊഴിച്ചിലിന് കാരണം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ B7. ഇനി 69ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ആൻസർ ആയിട്ട് വരുന്നത് ഓക്സിജൻ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ കെ. ഇനി 71ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. മാത്സ് ആണ്. 10% സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിന്റെ ഇരട്ടിയാവും? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 10. 1 -1 1 -1 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 0. $8,20,118 എന്നതിന്റെ 0ന്റെ സ്ഥാനവില എന്ത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1000. 10 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10 പൈ സെന്റിമീറ്റർ. 0.08% എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 8/10,000. ഇനി 76ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാവും? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7 1/2 into 3 1/5 ഈക്വൽ ടു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 24. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 8 കൂടിയാൽ 23 കിട്ടും. സംഖ്യ ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3. ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 12. 5200 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി 10% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 5720. ഇനി നമ്മൾ 81ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഒറ്റപ്പദം എഴുതുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദീർഘദർശിത്വം. അഗ്നി, കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 5th കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5ാം പത്തി.
താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൃപാണം. അടുത്തതായിട്ട് 85ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സൂപ്രിനന്റ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽനോട്ടക്കാരൻ. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ധനത്തൈ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ധനം പ്ലസ് എ. ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാള വാക്യം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മുമ്പോട്ട് പോകൂ. ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹോമത്തിനുള്ള ദ്രവ്യം. ക്രിയാനാമത്തിന് ഉദാഹരണം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓട്ടം. കബോധം എന്ന പദത്തിന്റെ അർത്ഥം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രാവ്. 91ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൂടിയാട്ടം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഹൈന്ദവാചാര പ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ശംഖ്. 94ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, തിരുമംഗലത്ത് നീലകണ്ഠൻ. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തെയ്യം. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബൃഹത്താരണ്യകോപനിഷത്ത്. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗരുഡ പുരാണം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വില്ലുവണ്ടി സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1888. 100ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 2008. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ബോക്സിൽ ഇടുക. അത് വെച്ച് നമുക്ക് ഏകദേശം കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ ഇനി വരേണ്ടതായിട്ടുണ്ട്. പ്രൊഫഷണൽ ആൻസർ കീയിലെ ഏതെങ്കിലും ആൻസേഴ്സിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് KDRBയിൽ ചലഞ്ച് ഫോം ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.